നീ എവിടായിരുന്നു? അടാ ഞാൻ ചന്ദ്രന്റെ കൂടെ കിടക്കുവായിരുന്നു വണ്ടിയോടാ. എടാ നിന്നോട് ആര് സൊന്ന് ഫോൺ വന്ന അവളുടെ കൊടുക്കാൻ? സുഖമാണ്. ഞാനേ ഇത് എന്താ ഞാൻ സാമ്രാജ്യത്തിലോ ഇത് ആരുടെയാ ഈ ഹലോ ടീപ്പയില് ഇറങ്ങിയോ? ഇത് എങ്ങനെയാണ് ഇവിടെ ഓരോ ദിവസവും ഇങ്ങനെ ഡ്രസ്സ് പോകുന്നത്? എന്റെ ഒച്ചൊന്നും കേട്ടൂടാ. കേക്കുന്നില്ലേ? ഹലോ ഇപ്പൊ കേക്കാം. ഇത് ഓരോ ദിവസവും എങ്ങനെയാണ് ഇവിടുത്തെ ഇത് മാറണേ? ടീപ്പിയുടെ ലീഡർ ഇതെന്താ പുറകില് താമരാക്ഷനാ? താമരാക്ഷൻ പിള്ളാതെ താമരാക്ഷൻ പിള്ള അതോ ലോകം. സൂപ്പർ അണ്ണാ മറ്റേ ഈ മൂഞ്ചിയ സെർവറിൽ ഓരോ ദിവസവും ഇങ്ങനെ ഡ്രസ്സ് മാക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും ഓരോ ഗ്യാങ് ഡ്രസ് നമ്മൾ ഇട്ടിട്ടിറങ്ങി വരുമ്പോ അടുത്ത ദിവസം വരുമ്പോ എന്താടാ തലയിൽ പെടുക്കും അതോ ലോകം. എടാ ഞാനൊരു കാര്യം പറയട്ടെ, വേറൊരാളുടെ ഗ്യാങ്ങിന്റെ ഇതിനി അവന്മാർ ഇതും കണ്ടു വന്ന സിറ്റുവേഷൻ എടുത്ത് അവന്മാർ ഒരു പ്രശ്നം നമ്മൾ എന്ത് അല്ലല്ല ഞാൻ കാര്യം ചോദിക്കട്ടെടാ, ഇന്നലെ എവിടായിരുന്നു? ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. മോളത്തെ റൂമിൽ കയറി നോക്കിയായിരുന്നു എന്നെ. എടാ ഇന്നലെ ഇവിടെ അടിയും വഴക്കുമായി കൊരങ്ങന്മാരും എല്ലാം ഇളകി വന്ന് അവന്മാരെയും തല്ലി എല്ലാവരുടെയും പിഒവിയും കണ്ട് ഞാൻ കിടന്നപ്പോ രാത്രി വെളുപ്പിന് 3 മണിയായി. ഞാൻ മനസ്സിലായ എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല ചന്ദ്ര, എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. അപ്പോഴത്തേക്ക് റെസ്പോൺസിബിലിറ്റി ഒക്കെ പോയി അല്ലേ? സസ്പെൻഷൻ കിട്ടിയാ കോഹ്ലിയുടെ സ്ഥാനത്ത് ഡിസ്മിസ് ചെയ്തേക്കാം. മോളെ റൂമിൽ കിടന്ന് ഉറങ്ങുവാണ്, ഒരു വാക്കൊന്നും വിളിക്കാത്തത് എന്നോട് പറഞ്ഞ ചന്ദ്ര. പക്ഷെ അണ്ണ വേണ്ട ശല്യപ്പെട്ട പറഞ്ഞ മനസ്സുണ്ട്. നീ എവിടായിരുന്നു? അടാ ഞാൻ ചന്ദ്രന്റെ കൂടെ കിടക്കുവായിരുന്നു. അല്ല ഞാൻ കുറച്ചിട്ട് തിരിച്ചു വന്നേന്ന് അവന്റെ അടി വന്നായിരുന്നല്ലേ. അടിയിൽ ഞാൻ മോളിലും. നീ പ്രീവാറിന് വന്നായിരുന്നു? പിന്നല്ല അണ്ണന് 3 പിക്ക് എടുത്തില്ലേ വന്നിട്ട് അണ്ണൻ മറന്നു ഇതൊക്കെ. ഞാൻ അഡ്മിന്റെ പി ഒന്ന് കണ്ടിട്ട് വരാം. നിനക്ക് 3 പിക്കില്ലെങ്കിൽ നിന്നെ ഞാൻ നമ്മുടെ ഗ്യാങ്ങിനായിട്ട് കുറെ കാര്യങ്ങൾ നേടുന്നുണ്ട്. ഇനി എന്റെ അതെ നീ ഗ്യാങ്ങിന്റെ കുറെ കാര്യങ്ങൾ നേടുന്നുണ്ട്. ഞാനിപ്പോ മെമ്പേഴ്സിന്റെ മുമ്പ് വെച്ച് പറയുന്നില്ല. നീ ഗ്യാങ്ങിന്റെ കുറെ കാര്യങ്ങൾ നീ നേടിയെടുക്കുന്നുണ്ട്. നീ അണ്ണങ്ങ മാറ്റിയെടുത്ത് പറ്റിട്ട് കൊണ്ടുപോകണം. ഇല്ല കുഴപ്പമില്ല. ഇതെന്താ രാവിലെ ആവണം ഉച്ചയാവണം കളികാലം മാത്രമല്ല. ഇത് നമ്മളീ മൂഞ്ചിയ സെർവർ എന്ന് പറയുന്നത് മാത്രം കട്ട് ചെയ്ത് നിന്ന് അവിടെ എത്തും കേട്ടാ. അപ്പൊ എല്ലാത്തിനും ഉറപ്പാണ്. ഫോൺ നമ്പർ വരെ ഫ്രീ ആയിട്ടാണ് വന്നത്. നാളെ നമ്പർ ഫോൺ നമ്പർ ഫ്രീ ആയിട്ടാ? എടാ നീയൊക്കെ ഏത് ഉത്തരവാദിത്തം ഇല്ലാത്ത ആണപ്പ ഗ്യാങ്ങിന്റെ ഇതെടുത്ത് ഞാൻ ഇന്നലെ മനസ്സിലായ. ഫോൺ നമ്പർ ഫ്രീ ആയിട്ട് തന്നു അവന്. എന്തെങ്കിലും അറിയണോ അവന്? എന്തെങ്കിലും ഞാൻ പോയി ഡ്രസ് മാറിട്ട് വരട്ടെ. ഗ്യാങ്ങിന്റെ എന്തെടുത്താണ് നമുക്കൊന്നും കിട്ടിയില്ല. മാറേണ്ട ആവശ്യമില്ല അത്യം പറഞ്ഞ. അല്ല അണ്ണ അകത്ത് കയറിട്ട് പോവായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സിന്റെ വണ്ടി നമ്മളെ പാർക്ക് അല്ല അത് ഫ്രണ്ട്സ് ആയിട്ട് കിട്ടിയ വണ്ടിയാണ് അത്. ഇത് പീഡിയുടെ വണ്ടിയാണോ? അവരെ കഴുകാൻ ചന്ദ്രനെ കഴുകാൻ ഏൽപ്പിച്ച കഴുകി വൃത്തിയാക്കി നമ്മൾ ഇട്ടേക്കില്ല. അവര് വന്നാൽ എടുത്ത ചന്ദ്രനെ ഏൽപ്പിച്ചിട്ട് ഒന്ന് കഴുകിക്കൊണ്ട് ആളിയാ ചന്ദ്ര. ചന്ദ്രൻ പറഞ്ഞ കഴുകണം. അന്നല്ല പറഞ്ഞ ഒരു ചേഞ്ച് ഒക്കെ വേണോന്ന്. ചേഞ്ച് ആയി ഇപ്പൊ പീഡി മാറി മിസ്റ്റർ എക്സ് ആയിട്ടാ ചേഞ്ച് ആയ. ഇപ്പൊ ചേഞ്ച് ആയില്ലേ?
ആർക്കും ഒരു പ്രശ്നമില്ല, കിട്ടില്ല വണ്ടി, കിട്ടണം വണ്ടി. വണ്ടി അണ്ണാ അവര് നമ്മളെ കമ്പനിയാണ്, ഒരു പ്രശ്നമില്ല. നമ്മൾ അവരായിട്ടുള്ള ബന്ധം അണ്ണനെ ഈ അറിയില്ല. വണ്ടി തിരക്കി ആരെങ്കിലും വിളിച്ച ചന്ദ്ര ഞാൻ നിന്നെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കും. ഒരു സംശയമില്ല, ഒരു സംശയമില്ല. നീ ആണെന്ന് തന്നെ പറയും ഞാൻ. മനസ്സിലായോ? ഞാൻ പറയാം നെക്സ്റ്റ്. ഞാനാ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടല്ലോ. പിന്നെ എനിക്ക് അത്ര ഉള്ള അണ്ണ വണ്ടി എടുത്താണ്, അണ്ണ വണ്ടി എടുത്താണ്. ആര് ചോദിക്കാം ഇവിടെ? എന്നോട് സാധനം ചോദിക്കും. ഫ്രണ്ടിൽ നിന്ന് ഇറക്കി കേട്ടോ, വീഡിയോ എന്നാ നേരെ ലെഫ്റ്റിലേക്ക് എടുത്തോണ്ട, സൈഡ് നീ മാറില്ല, നീ മാറില്ല. മുറ് പോയേ. നാക്കൊണ്ട് പിയാനോ അടിച്ച് മറിക്കല്ലേ, പിയാനോ അടിച്ച് മറിക്കല്ലേ. ഫ്രണ്ടിലോട്ട് വന്നിട്ട് സൈഡിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ നമ്മള് പ്രതീക്ഷിച്ചത്. അണ്ണാ ചന്ദ്ര കൊടുക്കണ ചന്ദ്ര അറിയത്തരുണ്ണ. എന്റെ റെപ്യൂട്ടേഷൻ പ്രോബ്ലം ആണ്. അണ്ണ പണ്ടേ സിറ്റിയിലെ കുറച്ച് വളത്തോട്ട് നേരെ ഫ്രണ്ടിലോട്ട് എടുത്തിട്ടേ സ്കിഡ് ചെയ്ത് വണ്ടി ഇറക്ക്. നേരെ ഫ്രണ്ട് ലെഫ്റ്റിലോട്ട് എടുത്തിട്ട് സ്കിഡ് ചെയ്ത് വണ്ടി ഇറക്കി തിരിക്കി ഇവിടെ ഇട്ട് ലെഫ്റ്റിലോട്ട് അടി ഒന്ന് റിവേഴ്സ് പോയിട്ട് ലെഫ്റ്റിലോട്ട് വാ. എന്നിട്ട് അതിനകത്തിട്ട് കറക്കി തിരിക്കി. ഇപ്പൊ അവർക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞാലും കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മളിവിടെ ഇരിക്കാണ്, അണ്ണ ഇറക്കി കയറാൻ പറയേ. എനിക്കൊരു ചാൻസ്, അണ്ണാ ഇറങ്ങി സാറില്ല, എനിക്കൊരു ചാൻസ്. ഞാൻ നോക്കട്ടെ. അണ്ണാ ഈ വണ്ടി ഇറക്കുന്ന ആൾക്കാണ് എത്ര രൂപ വരും? എനിക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇവിടുന്ന് എടുത്ത് മാറ്റാനല്ല നോക്കിയത്. അല്ല എത്ര പ്രൊഫഷണൽ റൈഡറുള്ള അണ്ണന്റെ മാറിക്കോട്ടെ. സോഫ തിരിച്ച് കളയുന്നുണ്ട്. സോഫയൊക്കെ സൂപ്പർ. സൂപ്പർ. എടാ വണ്ടിക്കകത്ത് ഇളകി വീണ്. കൊടുക്കേണ്ട വണ്ടി ചന്ദ്രനെ കൊടുത്തടാ. അളിയ ചന്ദ്ര പിന്നെ എന്തിനാ ചാടി കേറിയത്? കേറിക്കഴിഞ്ഞ കാണാൻ പറ്റില്ലെന്ന് ഞാൻ ഇവിടം വരെ കൊണ്ടുവന്നു. വണ്ടി ഇല്ല, തിരിച്ച് റിവേഴ്സ് ഇറക്കുമ്പോ കൊളീഷൻ തട്ടു തന്നത്. അപ്പൊ ഫ്രണ്ട് ഇറക്കി കേറ്റാൻ നോക്കി. ഇറക്കട്ടെ. തട്ടോടാ മാറി. ബുദ്ധിമാൻ ടയർ അടിച്ചു പൊട്ടിച്ചെന്ന് തോന്നുന്നു. പൊങ്ങി. ഒരു ടയറങ്ങ് അടിച്ചു പൊട്ടിക്കട്ടെ. ഇല്ല, ഇതിനൊരു അനക്കം ഇല്ല. ഇത് ഫ്രണ്ടിലോട്ടും കൊളീഷൻ ബാക്കിലോട്ടും കൊളീഷൻ. ഇതാരാ എനിക്ക് മെസ്സേജ് അയക്കുന്നത്? ഈ ഫോൺ എടുത്തിട്ട് ഞാൻ ഒരാളെ പോലും വിളിച്ചിട്ട് പോലും ഇല്ല. ഒരാളെ ഹലോ ബ്രോ പോടാ മെറ്റേ കള്ളൻ. ഇത് എങ്ങനെ നമ്പർ കിട്ടിയാണ്? ഓൾമോസ്റ്റ് 2 weeks I am trying to meet you. എപ്പോഴാണ് കാണാൻ പറ്റുക? കള്ളന്മാരെല്ലാം മെറ്റ കള്ളന്മാര് മെറ്റ. ഇതെന്താ മനാഫ് ബ്രോ ഇവിടെ എന്തോ വാരി എറിഞ്ഞല്ലോ. മനാഫ് ബ്രോ താങ്ക് യു സോ മച്ച് 10 ഈഗിൾ ഗെയിം മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. മനാഫ് ബ്രോ വെൽക്കം ടു സ്ട്രീം. മനാഫ് ബ്രോ അടിച്ചങ്ങനെ തേനെ കളിയാ. ഇതാണ് അണ്ണ പ്രശ്നം. ഇതാണ് അണ്ണ പ്രശ്നം. കണ്ട ഈ സാമാനം ഇങ്ങനെ ഇരിക്കാണ് പ്രശ്നം. അണ്ണനും കേറ്റാൻ ഓർത്തെന്താ പറ്റാന്. ചന്ദ്രങ്ങ അടിച്ചങ്ങ നിവൃത്തിയങ്ങ് വെച്ചത് നിവർന്നുണ്ടോടാ? ഇവിടെ നിവർന്നുണ്ടോടാ? അടുത്ത വല്ല നിനക്കടി കിട്ടും നീ മരിക്കും.
നിവർന്നില്ലേ ചന്ദ്ര? അവിടെ നിവർന്നല്ലേ? ആ ഓക്കെ. ഇനി എടുത്തോക്കളെ, ഇനി ഇത് ഒരു ബ്രെയിനിൽ രണ്ട് പാർട്ടാന്ന് തോന്നില്ലേ? അല്ലടാ ബ്രെയിൻ അല്ലത് ഇടത്തെ ചന്തിയും വലത്തെ ചന്തിയും. ബ്രെയിൻ എന്ന് പറയരുത്, ഇടത്തെ ചന്തിയും വലത്തെ ചന്തിയും. മേളിലൊരു കൂട്ടായിട്ട് ടീപ്പ് എടുത്ത് മാറ്റാൻ. എന്താ ചന്ദ്ര മുക്കണെന്താ? ഞാൻ ഗ്യാങ്സില് നിനക്ക് അണ്ണൻ എവിടെയെന്ന് അറിയാനല്ലടാ എന്നെ വിളിച്ച്. അണ്ണൻ എവിടെയാന്ന് നിന്നോട് ചോദിച്ചാ പോരെ, നീ പിന്നാലുണ്ടാവല്ലോ. ഐഡിയ ഡ്രസ് മാറ ഡ്രസ് മാറ ഡ്രസ് മാറ. അല്ല ഇവനെ പറഞ്ഞല്ലേ ഇതൊന്ന് മാറ്റം നോക്കട്ടെ. അണ്ണാ ഇങ്ങൊന്ന് അണ്ണാ ഇങ്ങൊന്ന് നമുക്ക് മൂന്നുപേർ കൂടെ വണ്ടിയുടെ വണ്ടിക്ക് ഇരുന്നാലേ ഒറ്റയടിക്ക് ചന്ദ്രൻ കിക്കാവും. ഒറ്റയടിക്ക് കിക്കാവും. ചന്ദ്ര റിവേഴ്സ് ഇറക്കി വെക്ക്, റിവേഴ്സ് ഇറക്കി വെക്ക്. എടുത്തത് എവിടെന്ന് കാണാൻ പറഞ്ഞുതരാം. റിവേഴ്സ് ലെഫ്റ്റ് വളച്ചിട് ലെഫ്റ്റ് വളച്ചിട്. ഗിയർ വീണില്ല അണ്ണാ, ഗിയർ ലോക്കായി. കുറച്ച് വീടിലെട്. വിചാരിച്ചാ നടക്കും. എടുക്ക് എങ്ങനെയെങ്കിലും എന്നെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ഞാൻ ടിവിയുടെ കയ്യിൽ പോണല്ലേ കൊള്ളാം. രണ്ടെണ്ണം കിട്ടി, ഞാൻ രണ്ടിട്ടം പറഞ്ഞു. അവനതൊക്കെ ആലോചിക്കാനുള്ള ബുദ്ധിമുട്ട് കേട്ടോ അവനതൊക്കെ. ഇല്ല ഞാൻ ഓർത്തേ ഒറ്റയടിക്ക് അങ്ങ് കിക്കാവുന്നു. വീടുമ്പോ എന്താ ഇവിടുന്ന് നടക്കുന്നവർക്ക് എന്താ തരുമെന്ന് എന്ത് തരണമെന്ന് എന്തോ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരു 5 കോടി രൂപ തരാ, വണ്ടി ഇറക്കി വിടുന്നു. സമയം എടുക്കണം കുറച്ച്. പിന്നെ ഓഫർ ക്യാൻസൽ. വാ ചന്ദ്ര, അലീനയുടെ നമ്പർ എന്താ ചന്ദ്ര? എനിക്ക് സിറ്റി ഇല്ല അണ്ണാ. അലീന സിറ്റിയിലില്ലേ? ഇല്ല. എന്താ ചെയ്യണം? ഇന്ന് വന്നില്ലല്ലേ? എന്താ ചെയ്യണ? ഒന്നുമില്ല. കൊണ്ടുപോയി ചെയ്യരുത്, ഇങ്ങനെ സംസാരം ശരിയല്ല. ആര്? എപ്പോ? കുറച്ചു മുമ്പ് അയ്യോ ഇതാരാ? ജോക്കിയോ? പൊങ്ങി. ഇത് എപ്പോ വന്ന്? നീ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് പൂവൊക്കെ കൊണ്ട് നിന്റെ അമ്മായിക്ക് കൊടു. വാ, ഞാനൊരു കാര്യം പറയട്ടെ. അല്ല, ഞാൻ ഇങ്ങോട്ട് കേറി വരുന്ന സമയത്ത് ഞാൻ തമന്നയുടെ കണക്ക് വയറും കാണിച്ചോണ്ടോ തോന്നിയല്ലോ. ഇല്ല ജോക്കി അങ്ങനെ എപ്പോഴും വരാറില്ലല്ലോ. കാണുമ്പോ ഒരു എക്സൈറ്റ്മെന്റ് നമ്മള് എക്സ്പ്രസ് ചെയ്തതാ. അല്ല, ഇതെന്തോ മറ്റേ പബ്ബി ഇപ്പൊ ഡ്രസ് കിട്ടോണ്ട് ജോക്കി ഞാനിപ്പോ ഇങ്ങനെയാ നടക്കാറ്. ഇവിടുത്തെ ജെൻസി പിള്ളേർ കൂടെ പിടിച്ചിരിക്കണ്ടേ? ഞാനൊരു ജെൻസി ആണല്ലോ. മറ്റേ അവന്റെ കാര്യം അന്ന് പറഞ്ഞത്. സിറ്റിയിൽ ആരൊക്കെ ഉണ്ട്? സിറ്റിയിൽ ആരൊക്കെ ഉണ്ടോ? നമ്മുടെ ഗാംഗിൽ ആരൊക്കെ ഉണ്ട്? നീഗരാത്മ, ചന്ദ്രൻ, ജുഗ്രു, സൂപ്പർമാൻ, ആഷ്, അപ്പുകുട്ടൻ, LX2, തക്കുട് വീട്ടിൽ വാസു. ഇത്രയും പേരേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, മറ്റേ കൊച്ചുണ്ടോ സിറ്റിയില്? അതാ പറഞ്ഞ അവളില്ല. ആരാ? അലീന. അയ്യോ, ചന്ദ്രന്റെ കാലിന്റെ ഇടയിൽ ചൂട് വരച്ച് എന്താ ജോക്കി?
കഴിച്ചായിരുന്നോ? ഞാനിട്ടാ ചിലപ്പോ ഇവൻ എന്തേലും ജോക്കി വെറുതെ എക്സ്ചാറ്റിലേ അലീന ഡ്രോപ്പ് നമ്പർ എന്ന് പറഞ്ഞ ഒന്ന് മെസ്സേജ് ഇട്ടെ. t/xchat അലീന ഡ്രോപ്പ് നമ്പർ വന്നില്ല. അടിക്കുവല്ലേടാ, ഇതൊന്ന് വരണ്ടേ? അത് ആരുടെയാ ബോഡി കൊണ്ടുപോണേ? ആ ഇങ്ങോട്ട്. എടാ ഇതേ മലീനയാ. മലീന ഡ്രോപ്പ് നമ്പർ. വാസു അവളുണ്ടോ? അളിയാ വാ. അയ്യാ അണ്ണാ ജോക്കി എന്ത്? ജോക്കി സുഖമാണോ ജോക്കി? ആ സുഖമാണ്. എടാ ഞാനേ എക്സൈറ്റ്മെന്റ് ആയിട്ട് വരുന്ന എന്നാലും എന്താടാ അലീന ഉണ്ടോടാ ചന്ദ്ര സിറ്റിയില്? ഇല്ല അണ്ണാ, അവള് ഇത് മറ്റേ സ്കൂളിലെ ബുക്ക് എടുക്കാൻ വേണ്ടിട്ട് പോയേക്കാ പൊള്ളാച്ചിയില്. സ്കൂളില് ബുക്ക് എടുക്കാൻ പൊള്ളാച്ചി പോണ സ്കൂൾ ഇവിടെ വളവിലല്ലേ? അല്ലടാ, സ്കൂളിൽ ബുക്ക് എടുക്കാണോ അണ്ണ അറിഞ്ഞൂടെ? അത് മറ്റേ പ്രിന്റ് എടുക്കാൻ. അലീന ഇല്ലെങ്കിൽ എന്താ അണ്ണാ പൂ എടുക്കലെന്ന് പറഞ്ഞ വഴക്കുറഞ്ഞ വിശ്വാസത്തിൽ പോകുന്നുണ്ടാ? എന്തെടുക്കത്തില്ലെന്ന് അന്ന് പൂ എടുക്കുമ്പോഴത്തേക്കും നിന്റെ അമ്മായി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞത്. ജോക്കി ഇവിടുത്തെ എന്റെ ഇല്ല ഉള്ളപ്പോ പോലെ ഇവളുടെ നമ്പർ സേവ് ചെയ്തിട്ടില്ല. ചെയ്യാനുണ്ടോ? പെട്ടെന്ന് ഇല്ലല്ലോ. നീങ്ങനെ കണ്ടായിരുന്നാ? ഫുഡ് കഴിക്കാൻ പോയതാ. നല്ല പയ്യനല്ലേ അവൻ? അവിടെ കാണുന്നുണ്ട് ഐശ്വര്യം. നമുക്ക് കിട്ടിയായിരുന്നോ? നമുക്ക് ഷോപ്പിലല്ലോ അതിന്. അല്ല നമുക്ക് പെട്രോൾ ഇല്ലേ? നമുക്ക് പെട്രോൾ ഇല്ല. കുടിക്കാനില്ലേ? പമ്പുണ്ട് പിന്നല്ലാണ്ട്. പിന്നെ പമ്പല്ലേ എഴുതിയിട്ടേക്കുന്നേ? ആ പമ്പ് എഴുതിയിട്ട് മേളില് നോക്കട ചന്ദ്ര. അണ്ണു മിസ്റ്റർ എക്സ് എന്ന ബിസിനസിന്റെ കാര്യം പറഞ്ഞ അണ്ണുവിനെ വിളിച്ചായിരുന്നു. ഞാനാ വിളിച്ചത്. ലോയൽറ്റി പോയിന്റ്സ് ചെക്ക് ചെയ്ത് എടാ ഇങ്ങനെ വല്ല വട്ടുണ്ടോ? സൂര്യബോസ് ഇങ്ങനെ കൂടെ വന്നെ മടിയിരിക്കും. 8055. ഓ അത് പണ്ടത്തെ സാധനം ബോസ്. ഒന്ന് ശ്രദ്ധിക്കണേ, നമ്മളിവിടെ എത്ര നേരമായിട്ട് കുറെ നേരം എടുത്തൊരു സങ്കടം കാണിക്കാൻ നോക്കുന്നത്. നിങ്ങളത് നോക്കാത്ത ഞാൻ പരന്തു വാസു. എന്താ നിന്റെ സൗണ്ട് ഒക്കെ പെട്ടെന്ന് അങ്ങ് താന്നത്? നീ ഇത്ര ആറ്റിറ്റ്യൂഡിലാണോ ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നത്? മനുഷ്യന് ആദ്യം വേണ്ടുന്നത് എന്താണെന്നറിയോ? എന്താ എന്ത് ആ മര്യാദ. സൗമ്യമായി പെരുമാറാനുള്ള ഒരു ഇതാണ് മനുഷ്യന് ആദ്യം വേണ്ടുന്നത്. മനസ്സിലായേ? ആ അല്ലാതെ നിന്റെ ഇങ്ങനെ ഫോൺ എടുക്കുമ്പോഴേ ആറ്റിറ്റ്യൂഡ് ഇട്ട് അഹങ്കാരം കാണിച്ചാൽ നീ ഒന്നും അധികം നാൾ ഉണ്ടാവൂല. അപ്പായെ പോലെ ആറ്റിറ്റ്യൂഡ് കാണിക്കണമെന്നാ? എടാ നിന്റെ നിന്റെ അപ്പാടെ മാസ് എന്തായിരുന്നു അറിയോ നിനക്ക്? ഒരു 4-5 വർഷം മുമ്പ് നിന്റെ അപ്പാവിടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി എടുക്കുക, മുതുക്ക് ഗറാജിലും മറ്റേ അവിടുത്തെ മെയിൻ ഗറാജിലും ആൾക്കാരെ ഇടിച്ചിടുക. അതായിരുന്നു നിന്റെ അപ്പാവിടെ മാസ്. എന്നിട്ട് അവിടെ ആൾക്കാർ അവരെ കൈവച്ചും കയ്യും കാലും തല്ലി ഒടിച്ച് ഒരു ദിവസം മൂലക്കിടുന്ന കണ്ടു വിഷമത്തിൽ ഞാൻ വിളിച്ചോണ്ട് വന്ന് ഗ്യാങ് ഹൗസിൽ കയറ്റിയതാണ്. അതാണ് നിന്റെ അപ്പാവിടെ ഇനീഷ്യൽ മാസ്. അത് அப்பா வந்து ஜெயில பிடிச்சு போட்டாங்க. அப்ப நீனும் அப்பாவும் ஃப்ரெண்ட் ஆனாங்க அப்பா சொன்னாரு. ജയിലിൽ വെച്ച് ഫ്രണ്ട് ആയത് ശരിയാ. നിന്റെ അപ്പ പറഞ്ഞതെല്ലാം ശരിയാ. പക്ഷെ അതിൽ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ജോലിക്ക് പോയി. പക്ഷെ നിന്റെ അപ്പായിക്ക് പണിയെടുക്കാനുള്ള ഇതില്ല. മനസ്സിലായി? അവനിങ്ങനെ ആൾക്കാരെ കട്ടും മോട്ടിച്ചും പിടിച്ചു പറിച്ചും അത് ഇപ്പം ചെയ്യുന്ന പോലെ അങ്ങനെ ജീവിക്കണം.
അങ്ങനെ നാട്ടുകാരെല്ലാം അവിടെ പിടിച്ച് കെട്ടിയിട്ട് നല്ല തല്ലുകൊണ്ട് വഴി കിടന്ന് തല്ലുകൊണ്ട് ചാവണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ നിന്റെ അപ്പായെ TV-ക്കകത്തോട്ട് കൊണ്ടുവരുന്നത്. അല്ല നിന്റെ അടുത്ത് എന്താ പെരിയപ്പ അല്ല നിന്റെ അടുത്ത് എന്താ പറഞ്ഞത് നിന്റെ അച്ഛൻ എങ്ങനെ TV-ക്കകത്ത് കയറിയെന്നാ പറഞ്ഞേ? അല്ല ഞാൻ നിന്നെ വിളിച്ചത് എന്തിനാന്നറിയോ? നിന്റെ അമ്മ എങ്കേ? அம்மா வந்து எവിടെ போயின்னு அறியல பெரியப்பா. நேத்தி கூட இருந்தாங்க, இன்னைக்கு தான் எവിടെ போய் அறியல. നൈറ്റ് ആയിട്ട് വെളിയിൽ പോയെന്നോ? നൈറ്റ് ഇട്ട് വെളിയിൽ പോയെന്നല്ല, നേരത്തെ കൂടെ ഇന്നലെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നത്. എവിടെ പോയെന്ന് അറിയില്ല. പെரியമ്മ പക്കத்துல தான் இருக்கா. ഫോൺ തരട്ടമ്മ പെரியമ്മേട്ടാ. എനിക്കൊന്ന് സംസാരിക്കണ്ട. കണ്ട കാട്ടുകോഴികളുടെ അടുത്ത് മാറി കടിച്ചു. എനിക്ക് ഇവളുടെ സൗണ്ട് കേൾക്കുമ്പോഴേ എനിക്ക് ഇറിറ്റേഷൻ വരും. എനിക്ക് ജോക്കി കേൾക്കുമ്പോ തന്നെ എന്തോ പോലെ ആരോചകം. അല്ല സോറി, അത് ഇതാണ് എന്തിനു പറയുന്ന വകയതാ. ആ അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇതിപ്പം ഇപ്പൊ ഇതെന്തിനു ചെയ്യാൻ പറ്റും? ഇത് ഞാനൊരു കാര്യം പറയട്ടെ ജോക്കി, സംഗതി ഇവളൊരു ചൊറിയാണെങ്കിലും ഇവളാണ് ഫുൾ ടൈം അവരുടെ കൂടെ നടക്കുന്നത്. എലിയെന്ന് വിളിച്ചേ. ഹലോ എടാ, നിന്നോട് யார் சொன்ன ഫോൺ വന്നാ അവളുടെ കൊടുക്കാൻ? யாரு உங்ககிட்ட தான் ഞാൻ பேசிட்டு இருந்தேன். കണ്ടവരുടെ ഫോൺ മേടിച്ച് സംസാരിക്കണ. എവിടെ ഉണ്ട് നിങ്ങളിപ്പോ? മുതുക് കിട്ട இங்க இசட் கிட்ட இருக்கும் 7022 7022. ഇവിടെ ജോക്കി ഇருக்கு. ജോക്കി தாத்தா வந்திருக்காடா. அது வந்துட்ட. താത്ത വന്ന് ഓട്ടോയില് വന്നതല്ല, താത്ത വന്നിരിക്ക. അവൻ താത്താന്നല്ലേ ജോക്കി വിളിക്കുന്നേ. ജോക്കി തമിഴ് പഠിക്കണം. சொல்லுங்க தாத்தா. ஃபுட் കഴിച്ചാ? നീ എന്റെ ഇരിക്കാനാ? അവിടെ വരാ പറ. എവിടെ ഇരിക്ക് താത്താ? ജോക്കി എവിടെ ഉണ്ടെന്ന് പറ, അവിടോട്ട് വരാം. இல்ல இங்க வராது. இங்க வரണ്ട. இங்க வரണ്ട. இங்க வேண்டாம். ஓகே ஓகே வாங்க. இசட் வாங்க தாத்தா. இசடா? இசடல்ல, அங்க நிறைய ஆளுங்க இருக்கும். இது நம்ம வந்து ரகசியமா டிஸ்கஸ் பண்ண மேட்டர். ஓகே பா. எவ்வளவு பாரா பரிபா அவட வர. இப்ப சிட்டில மெயில் போட்டா, அம்மாக்கு மெயில் போட்டா. மெயிலா? இல்ல அம்மா வேണമെന്നില്ല. ഓക്കേ ഓക്കേ ബൈ. ഇപ്പൊ തൽക്കാലം ഇവിടെ ഈ സിറ്റിയിൽ അധികം ആൾക്കാർക്ക് പോവാൻ താല്പര്യമില്ലാത്തൊരു സ്ഥലം എന്ന് പറയുന്നത് ആ മറ്റേ പെണ്ണുമ്പോൾ നടത്തുന്ന സ്കൂളാ. അവിടെ ഇവരുടെ ഈ അത് കട്ട് ചെയ്തോണ്ട് ബാക്കി കേൾക്കാൻ നോക്കി. അങ്ങേറെ അണ്ടി ഓഫീസ് എന്നാ പറഞ്ഞത്. അവളെ അണ്ടി എന്നല്ല പറഞ്ഞത്. നമുക്ക് അങ്ങോട്ട് പോവാന്നാ. ഇത് ഇന്നത്തേക്ക് ഒരു തീരുമാനമാണ്. എനിക്ക് ഇഷ്ടം പരിപാടികളുള്ളത്. ഇതൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ നടക്കുന്നത്. ഓ നടുവിലേടാ എവളോ വാട്ടി ഉങ്കിട്ട ഞാൻ ചൊല്ലിയടാ. ഫോൺ വേറെ ആൾക്കാരെ കൊടുക്കരുതെന്ന്. എവളോ വാട്ടി. സ്കൂളിൽ വാ. അന്താ ഇവന്റെ ഇത് ചന്ദ്രന്റെ തന്നെ. ഇത് ആരാ പറഞ്ഞ ഇവന്റെ ഒന്നും അല്ലെന്ന്. അന്താ മൊരട്ടച്ചിയും കൂടെ വിളിച്ചോണ്ട് വാ. ജോക്കി വാ, നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം.